Hello friends, welcome back to Learn English Master. Today we are going to discussing about the poem My Last Duchess by Robert Browning. വിക്ടോറിയൻ പോയറ്റായിട്ടുള്ള റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച കവിതയാണ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഇറ്റാലിയൻ പട്ടണമായ ഫെറാറയിൽ നടക്കുന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. സ്ത്രീകളെ വെറും ഒരു സ്വത്ത് മാത്രമാക്കി കണക്കാക്കിയിരുന്ന ഒരു കാലത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കവിതയെ രചിച്ചിരിക്കുന്നത്. കവിതയിൽ ഡ്യൂക്കിൻ്റെ ഭാര്യയുടെ മറ്റുള്ളവരോടുള്ള സന്തോഷപരവും ഹൃദ്യവുമായ പെരുമാറ്റം ഡ്യൂക്കിന് ഇഷ്ടപ്പെടുന്നില്ല. ഈ മൊണോലോഗ് ഡ്യൂക്ക് തൻ്റെ ഭാര്യയെ കൊല ചെയ്തതിനെ ന്യായീകരിക്കുന്ന ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നത് ഏറ്റവും മികച്ച ഡ്രമാറ്റിക് മൊണോലോഗായി പരിഗണിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ കവിതയിലെ ഡ്യൂക്ക് തൻ്റെ മുൻ ഭാര്യയെ കൊല ചെയ്യാനുള്ള കാരണം എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം പുതിയ ഒരു കല്യാണ ആലോചനയെക്കുറിച്ചും ഈ കവിതയിൽ പറയുന്നുണ്ട്. കൂടാതെ തൻ്റെ വരാനിരിക്കുന്ന പുതിയ ഭാര്യ എപ്രകാരം ജീവിക്കേണ്ടവളാണ് എന്ന ഒരു താക്കീതും ഈ കവിതയിൽ നൽകുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഡ്യൂക്ക് ഓഫ് ഫെറാറയെ അനുകരിച്ചാണ് ഈ കവിതയിലെ ഡ്യൂക്കിനെ ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അൽഫോൻസോ ഡിയേസ്ത എന്നായിരുന്നു. നമ്മുടെ ഈ കവിതയിലെ ഡ്യൂക്കും അൽഫോൻസോയെപ്പോലെ ഒരു ആർട്ട് ലവർ തന്നെയാണ്. മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന ഈ കവിതയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഐ ഗേവ് കമാൻഡ്സ് ദെൻ ഓൾ സ്മൈൽ സ്റ്റോപ്പ് ടുഗെദർ, എക്സ്പ്ലെയിൻ. ഈ വരിയുടെ ആശയം വിശദീകരിക്കുക എന്നാണ്. ഡച്ചസിനെ വധിക്കാൻ ഡ്യൂക്ക് ആജ്ഞ നൽകുന്നു. അപ്പോൾ അവരുടെ ചിരിയെല്ലാം എന്നേക്കുമായി നിലച്ചുപോയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും എല്ലാത്തരം ആളുകളോടും ചിരിച്ചുകൊണ്ട് നന്ദി പറയുന്ന ഒരു സ്ത്രീയായിരുന്നു ഡച്ചസ്. ഇത് ഡ്യൂക്കിന് തീർത്തും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഡ്യൂക്ക് അവരെ കൊല്ലാൻ കമാൻഡ് ചെയ്യുകയായിരുന്നു. ആൻസർ: ദ ഡ്യൂക്ക് ഓർഡേർഡ് ദ ഡച്ചസ് ടു ബി കിൽഡ്. Then all her smiles stopped. The Duchess had the habit of smiling at all kinds of people, even for trivial things. The Duke did not like it, so he gave orders to kill her. Question: what is the significance of the allusion to Neptune taming seahorse? നെപ്റ്റ്യൂൺ സീഹോഴ്സിനെ ടൈം ചെയ്യുന്ന മെരുക്കുന്ന ഒരു ചിത്രം ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്ത്? ആൻസർ: The allusion is to the fact that once the Duke marries his new wife, she should obey his dictates. He will control her completely as Neptune, the god of the sea, is controlling the seahorse. ഇതിൻ്റെ പ്രാധാന്യം ഇപ്രകാരമാണ്. ഡ്യൂക്കിൻ്റെ പുതിയ ഭാര്യ അയാളുടെ ആജ്ഞകളെ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. അവളെ അയാൾ നെപ്റ്റ്യൂൺ കടൽ കുതിരയെ മെരുക്കുന്നത് പോലെ മെരുക്കും എന്നും ഇതിൽ സൂചിപ്പിക്കുന്നു. Question number 3. The count your master's known munificence is ample warrant that not just pretense of mine for dowry will be disallowed. What does this tell you about the Duke? കവിതയിലെ ഈ ഭാഗം ഡ്യൂക്ക് എന്തിനെ പറ്റിയാണ് പറയുന്നത്? Answer: it shows that the Duke is money minded. He wants the girl as well as the fat dowry from the girl's father. He knows the girl's father is generous and will give him plenty of dowry, even if he says he does not need any dowry, as he is interested only in the girl. Question number 4. Comment on the stanzaic structure of the poem. ഈ കവിതയുടെ സ്റ്റാൻസ ഘടനയെപ്പറ്റി എഴുതുക എന്നാണ്. ആൻസർ: The poem consists just one long stanza of 56 lines. It is written in rhyming couplets. It rightly conveys the uninterrupted thought process of the selfish Duke. Most lines are in iambic pentameter, with some lines in spondaic, phaeric and trochee feet.
ഈ കവിത 56 വരികളുള്ള ഒരൊറ്റ സ്റ്റാൻസയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. റൈമുള്ള അതായത് പ്രാസമുള്ള കപ്ലെറ്റിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഘടന ഡ്യൂക്കിൻ്റെ ചിന്തകളെ തടസ്സങ്ങളൊന്നുമില്ലാതെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു. മിക്കവാറും വരികൾ ഇയാംബിക് പെൻഡാമീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ചില വരികൾ സ്പോണ്ടേക്ക്, ഫെറിക്ക്, ടോക്കിക് രീതികളിലും എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹു ഈസ് ദ ലിസണർ ഓഫ് ദ പോയം ആൻഡ് വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് വിച്ച് ഒക്കേഷൻ ദ മൊണോലോഗ്? ഈ കവിതയിലെ ശ്രോതാവ് ആരാണ്? ഏത് സാഹചര്യമാണ് ഈ മൊണോലോഗിന് എഴുതാനുണ്ടായത്? ആൻസർ: ദ ലിസണർ ഓഫ് ദ പോയം ഈസ് ആൻ emissary of the count whose daughter the duke is planning to marry. The emissary is the leader of a group of people that have come to negotiate the proposed marriage. As the duke is talking to the emissary, the rest of the group is waiting downstairs. ഡ്യൂക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛൻ അയച്ച ഒരു മെസ്സഞ്ചർ, ഒരു സന്ദേശവാഹകനാണ് ഇതിലെ ശ്രോതാവ്. സന്ദേശവാഹകരായി പലരും വന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ തലവനാണ് ഇവിടെ ശ്രോതാവായി ഇരിക്കുന്നത്. ഡ്യൂക്ക് ലീഡറോട് സംസാരിക്കുമ്പോൾ ഗ്രൂപ്പിലെ മറ്റുള്ളവർ താഴെ ഇരിക്കുകയാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡ്യൂക്ക് മെൻഷനിങ് ദ നെയിം ഫ്രാ പാൻഡോൾഫ്? ഡ്യൂക്ക് ഫ്രാ പാൻഡോൾഫിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് അതിൻ്റെ പ്രാധാന്യം? Fra Pandolf is a fictional painter. The Duke mentions that the name to make a big impression on the emissary to whom he is talking. He talks as if Fra Pandolf is a great painter like Leonardo da Vinci or Michelangelo. ഫ്രാ പാൻഡോൾഫ് എന്നത് ഡ്യൂക്കിൻ്റെ മാത്രം ഭാവനയിലുള്ള ഒരു ചിത്രകാരനാണ്. സന്ദേശവാഹകനോട് പൊങ്ങച്ചം പറയാനാണ് അദ്ദേഹം ഈ പേര് ഉപയോഗിക്കുന്നത്. അയാളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും ഫ്രാ പാൻഡോൾഫ് ഡാവിഞ്ചിയെ പോലെയും മൈക്കൽ ആഞ്ചലോയെ പോലെയൊക്കെ പ്രശസ്തനായ ഒരു ചിത്രകാരനാണ് എന്ന്. അടുത്ത ചോദ്യം: ഇറ്റ് വാസ് ഓൾ വൺ. വാട്ട് വാസ് ഓൾ വൺ? എല്ലാം ഒന്നായിരുന്നു. എന്തായിരുന്നു ആ എല്ലാം എന്നാണ് ചോദ്യം. ആൻസർ: the costly present the Duke gave her, which the Duchess wore at her chest, the sun setting in the west, a branch of cherries which an official took from a tree in the orchard and gave her, or the white mule she rode on around the terrace. All these were treated alike by her. It was all one, the same for her. She would say the same kind of words or give the same blush in response to all of them. ഡച്ചസ് തൻ്റെ നെഞ്ചിൽ ധരിച്ചിരിക്കുന്ന ഡ്യൂക്ക് കൊടുത്ത ആ വലിയ സമ്മാനവും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ഒരു ഓഫീസർ ഗാർഡനിൽ നിന്ന് ഒടിച്ചു കൊടുത്ത ചെറി ബ്രാഞ്ചും അവർ ടെറസിന് മുകളിൽ സവാരിക്ക് ഉപയോഗിച്ചിരിക്കുന്ന കോവർ കഴുതയും എല്ലാം അവർക്ക് ഒരുപോലെയായിരുന്നു. എല്ലാവരോടും അവർ ഒരേ ചിരി ചിരിക്കുകയും നാണം കാണിക്കുകയും ചെയ്യുമായിരുന്നു എന്നും ഇവിടെ പറയുന്നു. ഈ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനമുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ മൈ ലാസ്റ്റ് ഡച്ചസ്. ഈ കവിതയുടെ തലക്കെട്ടിൻ്റെ പ്രാധാന്യത്തെ വിവരിക്കുക എന്നുള്ളത്. ആൻസർ: ഡച്ചസ് ഈസ് ദ വൈഫ് ഓഫ് എ ഡ്യൂക്ക്. ദ ട്രൂ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഈസ് ഡിസ്കവേർഡ് at the end of the poem. When the dramatic monologue is placed in context and the reader realizes about whom the Duke is speaking to about his former wife, the emphasis in the title is placed both on the words my and last. My shows that the Duke clearly feels the ownership of his dead wife. The last is also emphasized because the Duchess is dead. Not only that, the Duke is now looking for a new wife. He speaks about his last wife so elaborately so that his new wife will be careful to avoid the mistake of his last wife.
The title highlights the plight of his former wife while anticipating the suffering of his future wife. Next question. Do you think the Duke is proud, egoistic and arrogant? ഡ്യൂക്ക് ഒരു അഹങ്കാരിയും തൻ്റെ മാത്രം കാര്യങ്ങൾ നോക്കുന്നൊരു വ്യക്തിയും മര്യാദയില്ലാത്തവനുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ആൻസർ: The Duke is certainly proud, egoist and arrogant. He is proud because he thinks he is a very special person and all should obey him. He is not willing to look at other people as his equals. He calls his officials as officials fools. He is egoistic. He wants his wife to show respect and love only to him. He does not approve of her even smiling at others. He also wants a good dowry from the count whose daughter he is going to marry. He is arrogant, as we can see from his remarks, who should lower himself to correct the behavior of another person. Even if he were good with words and were able to clearly say to his wife, "These characteristics of yours disgusts me," or "Here you did too little or too much," he would not say it because he thinks it is lowering himself. He will not do that. That's all. Thank you for watching this video lesson.